നമസ്കാരം. മിഥുനം രാശിയിൽ പെട്ട മകീരം, അവസാന പാദം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ഇവരുടെ ഈ രാശിക്കാരുടെ 7-ാം ഭാവാധിപൻ 10-ാം ഭാവാധിപനുമായ വ്യാഴം 2-ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. 2-ലേക്ക് സംക്രമിക്കുന്ന കാലഘട്ടമാണ് മിഥുനം രാശിക്കാർക്ക്. ഇവർക്ക് ദൈവാധീനം നല്ലതുപോലെ ലഭിക്കുന്ന ഒരു സമയമാണ്. 2-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ ദൈവാധീനം നല്ലതുപോലെ ലഭിക്കുന്നുണ്ട്. ധനം, വാക്ക്, കുടുംബം ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കാത്ത തലത്തിൽ നിന്നും വിവിധ സ്രോതസ്സുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ധനലാഭമൊക്കെ വന്നു പെടാം. നിങ്ങളും കൂടെ പ്രയത്നിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഉപകാരപ്രദമാക്കാനൊക്കെ സാധിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് കുറേശ്ശെയായിട്ട് അത് തീർക്കാനുള്ള ഒരു സ്രോതസ്സുകളൊക്കെ വന്നു ചേരും. അത് തീർക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധാരാളം കടമൊക്കെ ഉണ്ടായിട്ട് വല്ലാണ്ട് സ്വസ്ഥതകേടുള്ളവർക്ക് അതിനുമൊക്കെയുള്ള സമയം വന്നു ചേരുന്നുണ്ട്. ശത്രു ശല്യം കുറയുന്നതാണ്. ശത്രുക്കളെ കൊണ്ട് കടബാധ്യത കൊണ്ടും ഒക്കെ വല്ലാണ്ട് വിഷമിച്ച് ബുദ്ധിമുട്ടിയിരുന്നിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്നൊരു മാറ്റമാണ് ഈ വ്യാഴത്തിന്റെ സംക്രമം എന്ന് പറയുന്നത്. രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചിരുന്നവർക്ക് ചികിത്സകളൊക്കെ ഫലപ്രദമാവുകയും മരുന്നുകളൊക്കെ കഴിച്ചാൽ അത് നിങ്ങൾക്കൊരു രോഗവിമുക്തി, ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ചികിത്സകളൊക്കെ നല്ലതുപോലെ ഫലിക്കാൻ തുടങ്ങും ഈ സമയത്ത്. ഇതുവരെ ചിലപ്പോൾ മെഡിസിനൊക്കെ കഴിച്ചാൽ പോയിസൺ ആയിരുന്നു. മെഡിസിൻ കഴിച്ചാൽ ഒന്നും ഫലിക്കാതിരുന്നവർക്ക് ഇപ്പൊ മെഡിസിനൊക്കെ കഴിക്കുകയും ചിലപ്പോൾ ഒരു ഡോക്ടറെ ഒന്ന് മാറ്റി വേറൊരു ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്താൽ പോലും നിങ്ങൾക്കത് ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം വാക്കുകൾ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അവരത് വിശ്വസിച്ച് നിങ്ങളിലേക്ക് എന്തെങ്കിലും ധനമായിട്ടൊക്കെ തന്ന് നിങ്ങളെ സഹായിക്കാനും പിന്നെ അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരാനും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ പങ്കാളിയുമായിട്ട് കുടുംബത്തിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ സ്വരച്ചർച്ചകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി യോജിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പക്ഷെ പ്രാർത്ഥനകളൊക്കെ നല്ലതുപോലെ ആക്കിയെടുക്കുകയും പ്രാർത്ഥനകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദൈവാധീനം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്താൽ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ രാശിക്കാർക്ക്. ഇന്റർവ്യൂ, അതുപോലെ മത്സര പരീക്ഷകൾ, എക്സാമുകളൊക്കെ എഴുതിയിരിക്കുന്ന ആളുകൾക്ക് അവയിൽ വിജയിക്കാനും പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാനും അതുപോലെ തന്നെ ബിസിനസ്സിൽ ലാഭം എന്തെങ്കിലുമൊക്കെ ഇതുവരെ കിട്ടാതെ നഷ്ടത്തിൽ പോരുന്നതിൽ കുറേശ്ശെയായിട്ട് ലാഭമൊക്കെ വന്നു തുടങ്ങുന്നതാണ്. ദൂരദേശ യാത്രകൾ, ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. കർമ്മരംഗത്ത് പല നല്ല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നിങ്ങൾ തന്നെ ആലോചിച്ചുണ്ടാക്കുന്ന പല പദ്ധതികളും നിങ്ങളുടെ കർമ്മരംഗത്ത് ആവിഷ്കരിക്കുന്നത് കൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഇതുവരെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം അത് കിട്ടില്ല, അത് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ധനം തിരികെ ലഭിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ തരാനും ഒക്കെ യോഗം കാണുന്നുണ്ട്. ശനി കണ്ടക ശനിയാണ്. ശനി 10-ലാണ്. കണ്ടകനായിട്ട് നിൽക്കുന്ന ശനി നമുക്ക് ദോഷം ചെയ്യും കർമ്മത്തില്. പക്ഷെ വ്യാഴത്തിന്റെ ഗുണം കൊണ്ട് അത് നമ്മളുടെ ആ ദോഷത്തെ കുറച്ചൊക്കെ കുറയ്ക്കുന്നതാണ്. കൂടുതലും ശനിയുടെ ദോഷങ്ങൾ, 10-ൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട്, അതുപോലെ ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ളവർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസമൊക്കെ മാറി എന്ന് വെച്ചാൽ തന്നെ ആ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യാഴത്തിന്റെ ഗുണം ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഗുണവും കൂടെ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ പറയുന്ന വ്യാഴത്തിന്റെ ഗോചരം.